കൈസേ ഹോ ബഹുത് ഖുശിയേ. ഒന്നും പറയാനില്ല. ഇതൊരു സിനിമയായിട്ട് പോലും കൂട്ടാൻ പറ്റൂല. ഇതൊരു ഷോർട്ട് ഫിലിം ആയിട്ട് കൂട്ടിയാൽ പോലും വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഷോർട്ട് ഫിലിംസ്. 1.25 ദൈർഘ്യമുള്ള ഒരു സിനിമ, 1.25 മണിക്കൂർ. ഒരു വലിയ സിനിമയുടെ പകുതി, ഒരു ഇന്റർവെൽ വരെയുള്ള ദൈർഘ്യം. എന്നിട്ട് പോലും 3 അസഹനീയ സിനിമ കണ്ടതിലും ഭീകരമായിരുന്നു ഈ ഒരു 1.25 ടോർച്ചർ സഹിച്ച് തിയേറ്ററിലിരുന്നത്. അതുപോലത്തെ പരിപാടി. ധ്യാൻ ശ്രീനിവാസൻ, താങ്കൾക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? കപ്പൽ മുതലാളി റിലീസ് ചെയ്ത അതായിരിക്കും ഇതിലും നല്ലതെന്ന് തോന്നിപ്പോയി. ടെക്നിക്കൽ സൈഡൊന്നും പറയുന്നില്ല, മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് BGM ഇട്ടതാ, വേറൊന്നുമില്ല എന്നാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ശരിക്കും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയാണ് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഒരു കയ്യബദ്ധം. പിന്നെ ആക്ടേഴ്സിന്റെ പെർഫോമൻസ്, ഡയറക്ഷൻ, പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇപ്പൊ നമ്മൾ കുറച്ച് ആളുകൾ വെറുതെ അങ്ങോട്ടും കൊണ്ട് സംസാരിക്കാം, റിയൽ ലൈഫിൽ ഇങ്ങനെ പറയൂലേ, അത് ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ലൈറ്റപ്പും ചെയ്ത് ഷൂട്ട് ചെയ്തിട്ട് BGM ഇട്ട് തിയേറ്ററിൽ പ്രദർശിപ്പിച്ച എന്താണ് സംഭവിക്കുക? അതാണ് എന്തൊക്കെ ഇതൊരു ഫോറസ്റ്റ് അപരാധം. അതിൽ കുറച്ചൊന്നും പറയാൻ കഴിയില്ല. എന്തൊക്കെയാ ഇതിൽ പറയുന്നത്, എന്തൊക്കെയാ കാണിക്കുന്നത്? ഒരു രാത്രി നടക്കുന്ന എന്താ സംഭവം കണ്ട? ഒരു രാത്രി നടന്നിട്ട് തന്നെ ഇത്ര എങ്ങനെ ഒരു വാല്യൂ ഇല്ലാത്തൊരു സിനിമ. ഇന്നലെ തന്നെ പ്രസ് മീറ്റിൽ ഒരു ചെറുക്കനെയൊക്കെ എടുത്ത് എയറിലാക്കി എന്നൊക്കെ പറയുന്ന കേട്ടു. പുള്ളി ഇങ്ങനെ, നിനക്ക് എന്നെ അറിയാമോ, ഞാൻ ആരാണെന്ന് അറിയാമോ? നിനക്കിത് വേണം, നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? ഫ്ലാഷ് ബാക്ക്. ഈ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത്? അതേ സീരിയസ്നെസ്സോടെ ഞാൻ സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. അല്ല, താഴെ യൂട്യൂബിൽ കമന്റിന്റെ ആൾക്കാരെ പറഞ്ഞിട്ടല്ലേ ഇതൊക്കെ എന്താണെന്ന് അറിയാമോ ഇതിനെക്കുറിച്ച്, സിനിമയെ കുറിച്ച്? എന്തെങ്കിലും ഒരു വാല്യൂ സിനിമയ്ക്ക് വേണ്ടേ? ഒന്നുമില്ലാത്തൊരു സിനിമ. അസഹനീയ എന്ന് പറഞ്ഞാൽ നല്ല അസൽ ടോർച്ചർ. ഷെൽഫും 2 ടേബിളും പിന്നെ ഒരു വയർലെസ്സും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൗണ്ട് വിട്ട് പോലീസ് സ്റ്റേഷനായി. ഏതെങ്കിലും ഇങ്ങനെ തട്ടിപ്പ് സിനിമ പറഞ്ഞ ഇതാണ് സിനിമ എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ ഇറക്കുക. ഇതാണ് സാധനം. അതുപോലത്തെ ലോ ബജറ്റ് ഒന്നും പറയാൻ പറ്റൂല. എവിടെന്നോ എങ്ങനെ ഷൂട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു സാധനം. ഈ പടം കഴിഞ്ഞിട്ട് ഈ പ്രേക്ഷകരടുത്ത് നിങ്ങളൊന്ന് ചോദിക്കണം, ആപ്പ് കൈസാഹേ, നിങ്ങൾ ജീവനോടെ ബാക്കിയുണ്ടോ എന്നുള്ളത്. അല്ലാത്ത ജാതി സിനിമ കേട്ടോ. ഒരുവിധ സിനിമയെ കണ്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആളുകൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഷൂട്ട് ചെയ്ത് പ്രദർശിപ്പിച്ച ഒരു അപരാധം. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.